ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ ക്ലാസ് 12ലെ ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. നമ്മളിപ്പോൾ പ്രോപ്പർട്ടീസ് ഓഫ് ഡിറ്റർമിനൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് അടുത്ത രണ്ട് പ്രോപ്പർട്ടീസ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി ഇതാണ്. ഇഫ് ടു റോസ് ഓർ കോളംസ് ഓഫ് എ ഡിറ്റർമിനൻറ്റ് ആർ ഐഡൻറ്റിക്കൽ ദെൻ ദ വാല്യൂ ഓഫ് ദി ഡിറ്റർമിനൻറ്റ് ഇസ് 0. അതായത് ഏതെങ്കിലും ഒരു ഡിറ്റർമിനൻറ്റിൻ്റെ രണ്ട് റോസോ അല്ലെങ്കിൽ രണ്ട് കോളംസോ ഐഡൻറ്റിക്കൽ ആണെങ്കിൽ, അതായത് ഒരേപോലെ ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിരിക്കും എന്നാണ് ഈ പ്രോപ്പർട്ടി പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഞാനൊരു ഡിറ്റർമിനൻറ്റ് എഴുതിയിട്ടുണ്ട്. ഇവിടെ R1ഉം R2ഉം സെയിം ആണ്. കണ്ടോ, A1 B1 C1 A1 B1 C1. ഇതുപോലെ ഏതെങ്കിലും രണ്ട് റോസ് സെയിം ആയിട്ട് വന്നാൽ അവരുടെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിരിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും രണ്ട് കോളംസ്, ഇവിടെ C1ഉം C3യും സെയിം ആണ്, ഏതെങ്കിലും രണ്ട് കോളംസ് സെയിം ആണെങ്കിൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ 0 ആയിരിക്കും. രണ്ട് റോസോ അല്ലെങ്കിൽ രണ്ട് കോളംസോ ഏതെങ്കിലും ഡിറ്റർമിനൻറ്റിൽ ഐഡൻറ്റിക്കൽ ആയിട്ട് വന്നാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഓൾവേസ് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി ഇതാണ്. ഇഫ് ഈച്ച് എലമെൻറ്റ് ഓഫ് എ റോ ഓർ കോളം ഓഫ് എ ഡിറ്റർമിനൻറ്റ് is multiplied by a constant k, then the value of the determinant is multiplied by k. അതായത് നമ്മളിപ്പം ഒരു ഡിറ്റർമിനൻ്റ് എടുത്തിട്ടുണ്ട്, അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് അതേ ഡിറ്റർമിനൻറ്റിൽ നമ്മളൊരു ഏതെങ്കിലും ഒരു റോയിനെയോ അല്ലെങ്കിൽ ഒരു കോളത്തെയോ, ഏതെങ്കിലും ഒരു റോ അല്ലെങ്കിൽ ഒരു കോളത്തിനെ നമ്മളൊരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ ആ ഡിറ്റർമിനൻറ്റ് വാല്യൂ മാറും. എങ്ങനെ? അതേ കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് ആ വാല്യൂ ആയിട്ടത് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നും കൂടെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകും. അപ്പോൾ ഞാനിവിടെ ഒരു ഡിറ്റർമിനൻ്റ് എടുക്കുവാണ്. A is equal to 3 minus 1 2 0 1 minus 3 minus 4 1 minus 2. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന ഡിറ്റർമിനൻ്റ് ഇതാണ്. ആദ്യം നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് റോ ഉപയോഗിച്ച് തന്നെയാണ് ഞാനിവിടെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ഇവിടെ ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 3 ആണ്. അപ്പോൾ 3 ഇൻറ്റു 3 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ള 4 എലമെൻറ്റ്സ് 1 മൈനസ് 3 1 മൈനസ് 2. നെക്സ്റ്റ് മൈനസ് ഫസ്റ്റ് റോയിലെ സെക്കൻഡ് എലമെൻറ്റ് -1 ഇൻറ്റു -1 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി 4 എലമെൻറ്റ് എടുത്ത് എഴുതുമ്പോൾ 0 -3 -4 -2 പ്ലസ് അടുത്ത ഫസ്റ്റ് റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് 2 ആണ്. 2 ഇൻറ്റു 2 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി 4 എലമെൻറ്റ്സ് ആണ് 0 1 -4 1. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 2/2ൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കുന്നത് 1 ഇൻറ്റു -2 മൈനസ് 1 ഇൻറ്റു -3 മൈനസ് ഈ മൈനസ് എന്താകും? പ്ലസ് ആകും. അപ്പോൾ 1 ഇൻറ്റു ഇവിടെ 0 ഇൻറ്റു -2 -4 ഇൻറ്റു -3. ഓക്കെ, ബാക്കിയുള്ളത് ഞാൻ ഇവിടെ ആയിട്ട് എഴുതുവാണ് കേട്ടോ. അപ്പോൾ പ്ലസ് 2 ഇൻറ്റു ഇവിടെ 0 ഇൻറ്റു -1 -4 ഇൻറ്റു 1. ഓക്കെ, പിന്നെ നമുക്കിതിനൊന്ന് സോൾവ് ചെയ്താൽ മതിയല്ലോ. ഓക്കെ, അപ്പോൾ ഞാൻ അതിനെ ഒന്ന് എടുത്ത് ഇപ്പുറത്തേക്ക് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്കിതിനൊന്ന് സോൾവ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 1 ഇൻറ്റു -2 ഇസ് -2 മൈനസ് 1 ഇൻറ്റു -3 ഇസ് -3 പ്ലസ് 1 ഇൻറ്റു 0 ഇൻറ്റു -2 ഇസ് 0 മൈനസ് -4 ഇൻറ്റു -3 ഇസ് 12 4 3 is 12 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആകും. പ്ലസ് 2 ഇൻറ്റു 0 ഇൻറ്റു 1 ഇസ് 0 മൈനസ് -4 ഇൻറ്റു 1 ഇസ് -4. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു -2 ഈ മൈനസും പ്ലസ് ആകും. അപ്പോൾ -2 പ്ലസ് 3 ഇസ് 1 പ്ലസ് 1 ഇൻറ്റു 0 മൈനസ് 12 ഇസ് -12 പ്ലസ് 2 ഇൻറ്റു 0 മൈനസ് പ്ലസ് ആകുമ്പോൾ 0 പ്ലസ് 4 ഇസ് 4 വിച്ച് ഇസ് ഈക്വൽ ടു 3 into 1 3 plus 1 into -12 is -12 plus 4 into 2 is 8 which is equal to 3 plus 8 is 11 minus 12. 11 minus 12 is -1. അപ്പോൾ നമ്മൾ ആദ്യം എടുത്ത ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതേ ഡിറ്റർമിനൻറ്റിൽ ഏതെങ്കിലും ഒരു റോയിനെയോ അല്ലെങ്കിൽ ഒരു കോളത്തെയോ ഒരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം ഇതേപോലെ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഒന്നും കൂടെ നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ആ ഡിറ്റർമിനൻറ്റ് ഇവിടെ ഒന്നും കൂടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഏതെങ്കിലും ഒരു റോയിനെയോ കോളത്തെയോ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമല്ലോ. അപ്പോൾ ഞാനിവിടെ R3 എടുക്കുവാണ്. റോ 3നെ ഞാനൊരു 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാം. അപ്പോൾ റോ 3 ചേഞ്ചസ് ടു 3 ഇൻറ്റു R3. അപ്പോൾ റോ 1നും 2നും മാറ്റമൊന്നും ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ എഴുതാം. 3 -1 2 0 1 -3. ഈ R3നെ മാത്രം നമ്മൾ മാറ്റി എഴുതും. എന്താ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് മാറ്റി എഴുതുന്നത്. അപ്പോൾ -4 ഇൻറ്റു 3 ഇസ് -12 1 ഇൻറ്റു 3 ഇസ് 3 -2 ഇൻറ്റു 3 ഇസ് -6. അപ്പോൾ നമ്മൾ R3നെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് ഒന്നും കൂടെ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട്
പോകുവാണ്. അപ്പോൾ റോ 1 വെച്ച് തന്നെ ഞാൻ എക്സ്പാൻഡ് ചെയ്യാം. വിച്ച് ഇസ് ഈക്വൽ ടു ഫസ്റ്റ് എലമെൻറ്റ് 3 ആണ്. 3 ഇൻറ്റു 3 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള ബാക്കി 4 എലമെൻറ്റുകൾ 1 മൈനസ് 3 3 മൈനസ് 6 മൈനസ് സെക്കൻഡ് എലമെൻറ്റ് ഇസ് -1 ഇൻറ്റു -1 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തതിന് ശേഷമുള്ള 4 എലമെൻറ്റ്സ് 0 മൈനസ് 3 മൈനസ് 12 മൈനസ് 6 പ്ലസ് ഇവിടുത്തെ റോയിലെ ലാസ്റ്റ് എലമെൻറ്റ് 2 ആണ്. 2 ഇൻറ്റു 2 ഉള്ള റോയും കോളവും ക്യാൻസൽ ചെയ്തിട്ടുള്ള 4 എലമെൻറ്റുകളാണ് 0 1 മൈനസ് 12 3. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്യാം. ഇറ്റ് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു ഇവിടെ 1 ഇൻറ്റു മൈനസ് 6 1 ഇൻറ്റു മൈനസ് 6 മൈനസ് 3 ഇൻറ്റു മൈനസ് 3. ഈ മൈനസും പ്ലസ് ആകും. 1 ഇൻറ്റു 0 ഇൻറ്റു മൈനസ് 6 മൈനസ് 12 ഇൻറ്റു മൈനസ് 3 പ്ലസ് 2 ഇൻറ്റു 0 ഇൻറ്റു 3 മൈനസ് 12 ഇൻറ്റു 1. ഓക്കെ, പിന്നെ നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ആദ്യം 3 ഇൻറ്റു 1 ഇൻറ്റു മൈനസ് 6 എന്ന് പറയുന്നത് -6 മൈനസ് 3 ഇൻറ്റു മൈനസ് 3 ഈസ് -9 പ്ലസ് 1 ഇൻറ്റു ഇത് 0 ആകും മൈനസ് -12 ഇൻറ്റു 3 ഈസ് -12 ഇൻറ്റു മൈനസ് 3 ഈസ് 36 പ്ലസ് 2 ഇൻറ്റു 0 ഇൻറ്റു 3 0 ആകും മൈനസ് 2 ഇൻറ്റു 2 അല്ലല്ലോ ഇവിടെ 12 അല്ലേ. അപ്പോൾ 12 ഇൻറ്റു 1 ഈസ് -12 വരും. ഓക്കെ, ഇത് നമുക്ക് അപ്പുറത്തേക്കൊന്ന് എഴുതാം. അപ്പോൾ അത് സോൾവ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനൊന്ന് സോൾവ് ചെയ്യാൻ വെച്ച് ഈക്വൽ ടു 3 ഇൻറ്റു -6 പ്ലസ് 9 അല്ലെ. -6 പ്ലസ് 9 എന്താവും 3 തന്നെ പ്ലസ് 1 ഇൻറ്റു 0 മൈനസ് 36 ഇസ് -36 പ്ലസ് 2 ഇൻറ്റു 0 മൈനസും പ്ലസ് ആകും. അപ്പോൾ 0 പ്ലസ് 12 ഇസ് 12 വിച്ച് ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 3 9 1 ഇൻറ്റു -36 ഇസ് -36 പ്ലസ് 12 ഇൻറ്റു 2 ഇസ് 24. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു ഈ 24ഉം ഈ 9ഉം തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും 33 മൈനസ് 36 വിച്ച് ഇസ് ഈക്വൽ ടു -3. കണ്ടോ, അപ്പോൾ നമ്മുടെ ഫൈനൽ ആൻസർ നമുക്ക് -3 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരത്തെ നോക്കിക്കേ, നമ്മൾ ആദ്യം എടുത്ത ഡിറ്റർമിനൻറ്റ് അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നമുക്ക് എത്രയായിരുന്നു കിട്ടിയത് -1 ആണ് കിട്ടിയത്. നമ്മൾ എന്നിട്ട് എന്ത് ചെയ്തു, ഇതിലെ റോ 3നെ നമ്മളൊരു 3 കോൺസ്റ്റൻറ്റ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ചപ്പോൾ കിട്ടിയ ഡിറ്റർമിനൻറ്റ് വാല്യൂ എന്ന് പറയുന്നതാണ് -3. അപ്പോൾ നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ പഠിച്ചത് എന്തായിരുന്നു, ഈ ഡിറ്റർമിനൻറ്റിലെ ഏതെങ്കിലും ഒരു റോയിനെയോ അല്ലെങ്കിൽ ഒരു കോളത്തെയോ നമ്മളൊരു കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതേ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂവിനെയും നമ്മൾ അതേ കോൺസ്റ്റൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ആദ്യം -1 എന്ന് കിട്ടി. നമ്മൾ R3നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്താ -3 അല്ലേ ഇതിൻ്റെ വാല്യൂ കിട്ടിയത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അതേ 3 തന്നെയാണ് നമ്മൾ ഈ -1നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് നമ്മുടെ അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്